എടാ, ഏതാടാ ഈ പെങ്കൊച്ച്? ഞങ്ങൾ അറിയാതെ നീ മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ശബ്ദിച്ചു പോരുത്. നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ ഈ മണ്ടക്കാട്ട് ഭഗവതി? ഇന്നലെ രാത്രി സ്വപ്നത്തിൽ എന്നോടും മണ്ടക്കാട്ട് ഭഗവതി എന്ന് പറഞ്ഞു. ഇവർ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടവരാണ്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ഞാൻ ചെയ്യണമെന്ന്. ഞാൻ എന്തും ചെയ്യും. മര്യാദയ്ക്ക് ഒരു പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് മണ്ടക്കാട്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ചവരെ അനുഗ്രഹിക്കുക. മണ്ടക്കാട്ട് ഭഗവതി അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അമ്മേ, ഗുഡ് മോർണിംഗ്. കാക്കി കള്ളൻ കണ്ടുപിടിക്കാനുള്ള ലൈസൻസ്. പോവാം. കൊച്ചെ, ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി പോരെ, നമുക്ക് വേറെ സ്ഥലമുണ്ട് സൗകര്യമായിട്ട് താമസിക്കാൻ സർക്കാർ ചെലവിൽ. ഇത്രയും കാലം ആൺവേഷം കിട്ടി എന്നെ അടക്കം പലരെയും മണ്ടന്മാരാക്കിട്ട് നീ ഇപ്പൊ കല്യാണം കഴിച്ച് മണോട്ടിയാൻ പോകുന്നോടി. സാർ, എന്നെ അറസ്റ്റ് ചെയ്യണം. എന്റെ പേരിലുണ്ടല്ലോ കേസ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അറസ്റ്റ് ചെയ്യുന്നത്, പോലീസിന്റെ ഇഷ്ടത്തിനാ. തൽക്കാലം എനിക്ക് ആവശ്യം ഇവളെയാണ്. നടക്ക്. ഭഗവാനെ, സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ നേരത്ത് ആ കുട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്. രാഹുകാലം നോക്കിയല്ല അറസ്റ്റ് ചെയ്യുന്നത്. സാർ, ഇന്നു മുതൽ ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. സാർ ഈ കുട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോണ്ട് സാറിന് എന്താണ് ഒരു പ്രയോജനം? ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം ഉണ്ട്? ഒരു നിമിഷം വന്നേ. സാർ, കോളിളക്കം സൃഷ്ടിച്ച കോവിലകം കൊലക്കേസില്ലേ, അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നേരിട്ട് കണ്ട മാപ്പ് സാക്ഷിയാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ഈ കുട്ടി എല്ലാ വിവരങ്ങളും തരും. സാറിന് പ്രൊമോഷൻ, സാറിന് അവാർഡ്, ബഹുമതി, റിവാർഡ്. 50,000 രൂപ ഞാൻ തരാം. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്തും ചെയ്യും. ഈ പെൺകുട്ടിയെ ഞാൻ കൊണ്ടുപോകും. സാർ, സാർ, ഞാൻ പറഞ്ഞ സത്യമാണ്, എന്നെ വിശ്വസിക്കണം. തന്നെ ഞാൻ വിശ്വസിക്കില്ല. താനല്ലേ എന്നോട് പറഞ്ഞത് പെൺകുട്ടിയെ പറ്റി യാതൊരു വിവരമില്ലെന്ന്? ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകും. സാർ, ഞാനും കൂടെ വരാം. എന്തിന്? ഇരുന്നുണ്ടാനോ? അല്ല, ആ കുട്ടി ഒരു പരിചയമില്ല. ഇങ്ങനെയൊക്കെയാ പരിചയപ്പെടുന്നത്. അല്ല, ഞങ്ങൾ പരിചയപ്പെടുത്തി എടുത്തോളാം. ആറോ സാർ. സോറി. പോകാം തോമസ്. സാറ് പറഞ്ഞ പോലെ ഒരു രേഖയില്ലാതെ ഞാൻ ആ പെൺകുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ ഏർപ്പാടങ്ങ് തീർക്കണം. താങ്ക് യു. ഞാനിത് എന്നെ നോക്കുന്നില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. എന്നാൽ ഞാൻ കൊച്ചിനെ വന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് വല്ല ഒപ്പോ വല്ല വാങ്ങിച്ചാല്? ഒപ്പോ? എന്താ സാറേ, ഒരു പോലീസുകാരനാണെങ്കിലും എനിക്ക് കുറച്ച് ബുദ്ധിയാണായിരിക്കും. അപ്പൊ ഞാൻ താഴെ മുറുക്കാനായിട്ടൊന്നിരിക്കാം. ആ കൊച്ചിനെ വിളിച്ചാട്ടെ. താൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? താൻ പൊക്കോ. അയ്യോ, എനിക്ക് ആ കൊച്ചിനെ കൊണ്ട് ആക്കണം. പെണ്ണിനെ തിരിച്ചയക്കാനല്ല, തന്നെ പോലൊരു പീറ ഇൻസ്പെക്ടറുടെ പിറകെ ഇത്ര കാലം നടന്നത്. സാർ,
നിങ്ങളുടെ ടോൺ ശരിയല്ല. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിയെന്നുള്ളതുകൊണ്ട് ഞാൻ ഇൻസ്പെക്ടർ അല്ല എന്നർത്ഥമില്ല. എന്തോന്ന് ഇൻസ്പെക്ടർ? ഇതൊരുമാതിരി മറ്റടുത്ത പണിയാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങളെ വിശ്വസിച്ചാൽ ഞാനത് കൂട്ടുമെന്നറിയാം. ഇപ്പൊ നിങ്ങൾ എന്നെ ചതിച്ചു. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ഞാൻ അവളെയും കൊണ്ടുപോകും. താൻ കൊണ്ടുപോവില്ല. അവളെ ഞങ്ങൾ തട്ടും, തന്റെ മുമ്പിൽ വെച്ച് തന്നെ. നടക്കുകയല്ല. എനിക്ക് വിലയില്ലെങ്കിലും എന്റെ യൂണിഫോമിനൊരു വിലയുണ്ട്. എവിടാണോ യൂണിഫോമിന് വില? എന്നാ താൻ കേട്ടോ, ഈ പെണ്ണിന്റെ തള്ളയും തന്തയും കൊന്നത് ഞാനാ. പോലീസിന്റെ റിപ്പോർട്ട് വെള്ളത്തിൽ വീണ് മരിച്ചു. അന്ന് കുറെ ജാഥയും പ്രകടനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി യൂണിഫോം? നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു. വേണ്ടേ നിങ്ങളുടെ കാശ്? ഞാനവളെ കൊണ്ടുപോകും. ദേഹത്തോടെ ഞാൻ പറഞ്ഞേക്കാം. തുടരുത്. പാർവതി, എന്നെ പറ്റിച്ച് എവിടെ പോയി ഒളിച്ചിരിക്കാമെന്ന് നീ കരുതി? പാർവതിക്ക് ഡാഡിയുടെയും മമ്മിയുടെയും അടുത്ത് പോകണ്ടേ? ഇങ്ങനല്ലേടാ നീ അവരെ കൊന്നേ? ഈ വേദന തരാൻ കോടതിക്ക് കഴിയില്ല. പോലീസിന്റെ യൂണിഫോമിനെ കഴിയൂ. Take him. Catch me, if you can. കോവിലകം കൊലക്കേസ് അന്വേഷണം വളരെ രസകരമാരെന്ന് പറഞ്ഞു കേട്ടു. സാർ, ഇന്നത്തെ കാലത്ത് പോലീസിന്റെ യൂണിഫോം ഇട്ട് സ്വാമി വിവേകാനന്ദന്റെ സൂക്തവും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറ്റവാളികൾക്കൊത്ത് പല കോലവും കെട്ടേണ്ടി വരും. ജഗന്നാഥനിൽ നിന്ന് ഈ 1000 രൂപ കെക്കൂലിയെ വാങ്ങിയിട്ടാണ് ഞാൻ അന്വേഷണം ആരംഭിച്ചത്. ശരി, അതെന്താ? ഇതും ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ കെക്കൂലിയെ വാങ്ങിയതാണ്. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടാണ്. കുറച്ച് ചാണകമാണ്. ഡിപ്പാർട്ട്മെന്റിന് മോശപ്പെട്ട രീതിയിൽ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കുകയില്ല സാർ. അമ്മയാണ് സത്യം.